രണ്ടാളും പൊസസീവ് തന്നെയാണ്. ഇപ്പൊ ഒരു റിലേഷൻ ആയാലും പൊസസീവ്നെസ് ഒക്കെ എന്തായാലും ഉണ്ടാവില്ല. അതില്ലെങ്കിൽ പിന്നെ ലൈക്ക് ഐ ഡോണ്ട് കെയർ, ആ ഒരു മൈൻഡിലായിരിക്കും എല്ലാവരും നിൽക്കുക. അങ്ങനെ ഒന്നല്ല, പൊസസീവ് ഉണ്ടാവും, സ്നേഹം ഉണ്ടെങ്കിൽ പൊസസീവ് ഉണ്ടാവും. ഞാനുള്ള മുഖത്ത് നോക്കി പറയും എനിക്ക് അങ്ങനെ മടിയൊന്നുമില്ല, പറയാനുള്ളത് രണ്ടാളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ വളട്ട് പിന്നെ അത് കൊറേ കഴിഞ്ഞാല് പിന്നെ വലിയ പ്രശ്നമായില്ല, നല്ലത് വേരോടെ നുള്ളിയെടുക്കുന്നതാണ്. ഇപ്പൊ നിങ്ങളുടെ ട്രിപ്പിലാണെങ്കിൽ ഫസ്റ്റ് വൈറലായ വീഡിയോയില് ടീഷർട്ട് ഇട്ടിട്ടാണ് പോയത്, അതായത് ജേഴ്സി ഇട്ടിട്ട്. അപ്പം പിന്നീട് നമ്മൾ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടു. അതെന്താണ് അങ്ങനെ ഒരു? എനിക്ക് കൊളാവിട്ട് ജേഴ്സി ഇട്ടു. അപ്പൊ എനിക്ക് ആ ജേഴ്സി ഇട്ടിട്ട് വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ എനിക്കാണ് സമയമില്ല, ലൈക്ക് ട്രെയിന് വരാനായി. അത് ഇട്ട ടീഷർട്ടിന്റെ മേലെ അതിട്ട് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് വീഡിയോ ഫോട്ടോസ് ഒക്കെ എടുത്തു. ട്രെയിൻ വന്ന് അങ്ങനെ കയറി ഇരുന്നത് സമയമില്ലല്ലോ. പിന്നെ കാരണം നമ്മള് നാട്ടിൽ നിന്നും പിന്നെ 2 ദിവസം ട്രെയിനില്ല. അപ്പം ഈ ഷൂട്ടും കാര്യമൊന്നും നടക്കൂല. ഓരോരുത്തൊരു സമയം പറഞ്ഞിട്ടുണ്ട്, സമയത്തിന് ഫോട്ടോയും കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഡ്രസ് ഇട്ടിട്ട് വേഗം അതില് ഫോട്ടോ എടുത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ആ ഇതിന്റെ ഫോട്ടോ ഒക്കെ ഇട്ടത്, പോസ്റ്റ് ഇട്ടത്. അങ്ങനെ ഇപ്പൊ നമ്മളൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു 2 മാസം മുന്നേ പ്ലാൻ ചെയ്യും, എന്നിട്ട് 2-3 ദിവസം മുന്നേ പാക്കിങ് തുടങ്ങും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞത് പെട്ടെന്ന് ഒരാഴ്ച മുന്നേ തീരുമാനിക്കുന്നു, അന്നേരം സാധനങ്ങളൊക്കെ എടുത്ത് പോകുന്നു. ഈ ബാഗിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരിക്കും? എനിക്ക് കാര്യമായിട്ട് ഡ്രസ്സ്, പിന്നെ ഓർണമെന്റ്സ്, ഇങ്ങനത്തെ ജ്വല്ലറീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേക്കപ്പ്, കൊറേ മറ്റേ സ്വെറ്റേഴ്സ് എടുത്തിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് മണാലി പോയിട്ടുണ്ടായിരുന്നു. മണാലി പോവാന്ന് പറഞ്ഞപ്പം ഈ കട്ടി കൂടിയ ഡ്രസ്സുകള് അതന്നെ പിന്നെ ഒരു 10-20 സോക്സ് എടുത്തിന്. കാരണം അവിടെ എത്ര സോക്സ് ഇടുന്നു അത്രയും നല്ലതാ, അത്രയും തണുപ്പാ, കാലം മരവിച്ചോ. ഇപ്പൊ നിങ്ങള് കൊറേ മണാലി പറഞ്ഞല്ലോ, ഇപ്പം മണാലി കഴിഞ്ഞ് ഡൽഹിയിൽ തിരിച്ചു വന്ന ഫ്ലൈറ്റിലാണ്. അത് ആദ്യത്തെ ഫ്ലൈറ്റ് ആയിരുന്നോ, ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നോ? അല്ല, ഞാൻ 8ാം ക്ലാസ്സിൽ ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട് ബാംഗ്ലൂർക്ക് ഇപ്പന്റെ കൂടെ. അപ്പൊ എനിക്ക് ലൈക്ക് ആഗ്രഹം കൊണ്ട് കയറിയതാണ്. മറ്റേത് 2 ദിവസം ട്രെയിനിലിരുന്ന് പോകുന്നത് ഉമ്മ പറഞ്ഞ് എനിക്ക് പറ്റില്ല. കാരണം ഫസ്റ്റ് ഡേ എന്തോ ഒരു പോലെയായിരുന്നു. ഫസ്റ്റ് ആദ്യമായിട്ട് കുറെ ദിവസം ട്രെയിനിലിരിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ് നമുക്ക് ഫ്ലൈറ്റ് ആക്കാം, അങ്ങനൊക്കെ. എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടായോ ഫ്ലൈറ്റില് ഇത്തവണ വന്നപ്പോ? മുന്നത്തെ സീറ്റിൽ ഒരു മറ്റേ അപ്പുക്കുട്ടനും ലൈക്ക് ആ ഒരു സീനാ ഫസ്റ്റ് മൈൻഡിൽ വന്നത്. അപ്പൊ നല്ല രസമായിരുന്നു. കൊറേ ടൈം അങ്ങനെ ആ ചെക്കനോട് ഓരോന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 2 മണിക്കൂർ ഉറങ്ങി. ഈ യാത്രകളൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് പേരെ കാണലുണ്ടല്ലോ. ഇപ്പം ട്രെയിനിൽ പോകുമ്പോഴാണെങ്കിലും ഒരുപാട് പേരെ പരിചയപ്പെടുന്നുണ്ട്. ഇപ്പം ഇവരോടൊക്കെ നിങ്ങൾ സംസാരിക്കോ, അതോ നിങ്ങളോട് വന്ന് സംസാരിക്കോ, ഐഡന്റിഫൈ ചെയ്യാറുണ്ടോ? ചില ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവും. മണാലി വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ മണാലിയിൽ കുറെ മലയാളീസ്, കുറെ മീൻസ് കുറെ ആൾക്കാരൊന്നല്ല, ഒരു 5-6 ആൾക്കാരൊക്കെ വന്നിട്ട് അടുത്ത് വന്നിട്ട് സംസാരിച്ച്. ഡൽഹിയിലാണെങ്കിലും കുറെ മലയാളീസ് വന്ന് സംസാരിച്ച്. അപ്പൊ ഭയങ്കര ഹാപ്പി ആയി. കൂടെ പഠിക്കുന്ന ആൾക്കാരൊക്കെ എന്താ പറയുന്നത്? നിങ്ങളിങ്ങനെ ട്രിപ്പൊക്കെ പോയി ക്ലാസ്സിലൊക്കെ കയറാറുണ്ടോ, അല്ലെങ്കിൽ പോവാറുണ്ടോ? എങ്ങനെ നടന്ന ചെക്കന ഇപ്പൊ കണ്ടില്ല എന്നുള്ള അത് ഞാൻ കൊറേ കേട്ടിട്ടുണ്ട്.